പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, എന്നെ എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ദൈവകൃപയാൽ പരിപാലിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരപാനീയങ്ങൾ നൽകിയും രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചും മടുത്തു പോകാതെ വണ്ണം പ്രാർത്ഥിക്കാനുള്ള കൃപകളും എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കുവാനും അവിടുന്ന് തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെയും ഞങ്ങളെ അവിടുത്തെ കരുതലും കൃപയാലും അവിടുത്തെ മാലാഖമാരാലുമുള്ള സംരക്ഷണവും തന്നതിനായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു ചെറിയ പാപമാണെങ്കിൽ പോലും നാഥാ, എൻ്റെ കണ്ണുനീരിനാൽ ഇപ്പോൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും പൊറുക്കണമേ. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന ഈ സമയം മുതൽ ഞങ്ങളെ അവിടുത്തെ പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾക്കും അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു ദുർസ്വപ്നങ്ങളോ അന്ധകാര ശക്തികളോ കവർച്ചക്കാരോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെ ശല്യം ചെയ്യുവാനോ കടന്നുകൂടുവാനോ ഇടവരാതെ വണ്ണം ഈശോ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മാലാഖമാരാൽ പരിപാലനം ചെയ്തു കൊള്ളണമേ. അമ്മ മാതാവേ, അമ്മയുടെ സംരക്ഷണവും പ്രാർത്ഥനയാലും കാത്തുകൊള്ളണമേ. ഏതെങ്കിലും ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 54-ാം അധ്യായത്തിൽ നിന്ന് 3 വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തി തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ. ആമേൻ. ാകുന്ന വാക്കുകൾ നമ്മൾ കുറച്ചു നേരം ധ്യാനിക്കണം. നാം കിടക്കുന്നതിന് ചുറ്റും 4 ചുറ്റും കുരിശടയാളം വരച്ച് നമ്മുടെ നെറ്റിത്തടത്തിൽ 3 തവണ കുരിശടയാളം വരയ്ക്കണം. ഇപ്രകാരം ഓരോ കുരിശും വരയ്ക്കുമ്പോഴും മനസ്സുകൊണ്ട് പറയണം: യൂദന്മാരുടെ രാജാവായ നസ്രയേൽക്കാരനായ ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സംരക്ഷണം തരണമേ. ഈ പ്രാർത്ഥനയും കുരിശടയാളവും രാവിലെയും ഉണരുമ്പോഴും പറയുകയും ചെയ്യണം. ഈശോനാഥ, ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയോടെ ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇട നൽകണമേ. ഈശോയെ, നാളെ എന്നൊരു ദിവസം ഞങ്ങൾക്ക് തരുന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഉണരുവാനും പ്രാർത്ഥിപ്പാനുമുള്ള കൃപകളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.